നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈപ്പോളർ ഡിസോർഡർ, അതിനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, അതിനെ എങ്ങനെയാണ് ചികിത്സിക്കുക, കൂടാണ്ട് തന്നെ ബൈപ്പോളർ ഡിസോർഡർ ഉള്ളവർക്ക് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് കുറച്ചും കൂടി ബെറ്റർ മാനേജ് ചെയ്യാൻ പറ്റുക. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ബൈപ്പോളർ ഡിസോർഡറിന് എന്താണ്, മേനിയ ഡിപ്രഷൻ എന്താണ് എന്നീ തുടങ്ങിയ വിഷയങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ആ വീഡിയോ വേണമെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ബൈപ്പോളർ ഡിസോർഡറിന്റെ ഡയഗ്നോസിസ് ക്ലിനിക്കലാണ്. ക്ലിനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്ന ഹിസ്റ്ററി വെച്ചിട്ട്, നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട്, നിങ്ങളുടെ കുടുംബക്കാരും ഫ്രണ്ട്സും പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടും കൂടാണ്ട് തന്നെ ഡോക്ടർ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുമാണ് ഡയഗ്നോസ് ചെയ്യുക. ബൈപ്പോളർ ഡിസോർഡറിന് പ്രത്യേക ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ് ആയിട്ട് വേറെ ഒന്നുമില്ല. ചില റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞ് ചില ചോദ്യോത്തരങ്ങളായിട്ടുള്ളത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും അധിക സമയത്ത് ക്ലിനിക്കലായിട്ട് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുക. ഡിസോർഡർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഈ ഒരൊറ്റൊരു കാരണം കൊണ്ട് എന്ന് പറഞ്ഞുകൂടാ. പല കാരണത്താൽ കൂടെ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു കാരണം ഇല്ലാണ്ട് തന്നെയും അസുഖം ഉണ്ടായേക്കാം. ചില റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ അസുഖം വരാനുള്ള പ്രവണത ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലുള്ള സ്ട്രെസ്, ചില ജനറ്റിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നിവ തുടങ്ങിയ പല കാരണത്താൽ ഉണ്ടാകാം. ഇതെല്ലാം കൂടാണ്ട് തന്നെ ചില മെഡിക്കൽ കണ്ടീഷൻസ് മുഖാന്തരവും ഈ ബൈപ്പോളർ അസുഖം ഉണ്ടാകാം. ഇത് കുറച്ച് കോമൺ റീസൺസ് ആണ്. പക്ഷെ ഇതല്ലാണ്ട് തന്നെ പല കാരണത്താൽ തന്നെ ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടായേക്കാം. പിന്നീട് വരുന്നൊരു ചോദ്യം, ബൈപ്പോളർ ഡിസോർഡറിന്റെ കോഴ്സ് എങ്ങനെയാണ്? ബൈപ്പോളർ ഡിസോർഡർ എപ്പിസോഡിക് ആണ്. എപ്പിസോഡിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ അസുഖം വന്നിട്ട് ചിലപ്പോൾ കുറച്ചു കാലം ഒന്നും ഇല്ലാണ്ടേ ആയിരിക്കാം, പിന്നീടും ചിലപ്പോൾ അസുഖം വീണ്ടും വരാം. സോ വരും പോകും. ഈ വരുന്നും പോകുന്നതിനാൽ അതിനെ ബൈപ്പോളർ ഡിസോർഡറിനെ എപ്പിസോഡിക് ആയിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞേക്കാം. ഒരു തവണ ഒരു അസുഖം വന്നാൽ അതിനൊരു എപ്പിസോഡ് ഓഫ് എൻ ഇൽനെസ് എന്ന് പറയും. ഒരു മേനിയന്റെ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷന്റെ എപ്പിസോഡ് എന്ന് പറയാറുണ്ട്. എപ്പിസോഡ് എന്തുകൊണ്ട് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പല കാരണം കൊണ്ടും ഉണ്ടാകും. ഒന്നുള്ളത് ചില ജീവിതത്തിന്റെ സ്ട്രെസ് കൊണ്ട് പ്രത്യേക സമയത്ത് ഉണ്ടാകാം. ചിലപ്പോൾ ചില കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാകാം. മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവർ പെട്ടെന്ന് മരുന്ന് നിർത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ബൈപ്പോളർ അസുഖത്തിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായേക്കാം. പിന്നീട് വരുന്നൊരു ചോദ്യം, ഈ ബൈപ്പോളർ ഡിസോർഡറിനെ എങ്ങനെയാണ് ചികിത്സിക്കുക എന്നാണ്. ചികിത്സാ രീതി പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ളതാണ്. ഒന്നാണ് തെറപ്പി, മറ്റതാണ് മരുന്നുകൾ. സോ തെറപ്പി എല്ലാ കണ്ടീഷൻസിനും പറ്റാറില്ല. മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ, ചിലപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള ഡിപ്രഷനിൽ തെറാപ്പി ഉപയോഗപ്പെട്ടേക്കാം. ബാക്കി സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനും മേനിയലും പിന്നെ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവുമ്പോൾ മരുന്നാണ് പ്രിഫർ ചെയ്യുക. തെറപ്പി അസുഖം വരുന്ന ടൈമിൽ മാത്രമല്ല ഉപയോഗിക്കാറ്. ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്ന് സ്ട്രെസ് ഫാക്ടേഴ്സ് കൊണ്ടും ബൈപ്പോളർ അസുഖം വരാം. സോ തെറപ്പി ചില ടൈമിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ സ്ട്രെസ് ഫാക്ടേഴ്സിനെയാണ്. ചില ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള ഇഷ്യൂസ്, അതിന് കപ്പിൾസ് തെറപ്പി ഉണ്ട്. സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിന് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ അവസരങ്ങളിലെല്ലാം ഈ തെറപ്പി യൂസ്ഫുൾ ആയിരിക്കും. മരുന്നിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ 3 ക്ലാസ് മെഡിസിൻസ് ആണ് ബൈപ്പോളർ ഡിസോർഡർ ചികിത്സിക്കാൻ ഉപയോഗിക്കുക. ഒന്നാണ് ആന്റി ഡിപ്രസൻസ്, മറ്റേതാണ് മൂഡ് സ്റ്റെബിലൈസേഴ്സ്, മൂന്നാമതാണ് ആന്റിസൈക്കോട്ടിക്സ്. മരുന്ന് എത്ര കാലത്തേക്ക് കഴിക്കണം എന്നുള്ളതാണ് കോമൺ ആയിട്ടൊരു ചോദ്യം. അതിന് സിംഗിൾ ആയിട്ടൊരു ഉത്തരമില്ല. പല കാരണങ്ങളാണ് മരുന്ന് എത്ര കാലത്തേക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത്. അതിലൊന്ന് അസുഖം എത്ര പഴക്കമുണ്ട്, അസുഖം വരുമ്പോൾ എത്ര തീവ്രതയോടെയാണ് വരിക, എത്ര ഗ്യാപ്പ് ഉണ്ട് ഒരു എപ്പിസോഡ് അസുഖത്തിന്റെ ഇടയിൽ, പിന്നെ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ. ഇതെല്ലാം കരുതലെടുത്തിട്ട് ഓരോ പേഷ്യന്റിനും ഇൻഡിവിജ്വൽ ആയിട്ടാണ് തീരുമാനം ടൈലർ ചെയ്യുക. പിന്നീടുള്ള ഒരു ചോദ്യം, ഈ ബൈപ്പോളർ ഡിസോർഡറിലുള്ള ഒരു വ്യക്തിക്ക് അവരുടെ അസുഖം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതിൽ ചില സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങളെ അസുഖം മാനേജ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സഹായകരമാണ്. അതിൽ ഒന്നുള്ളത് റെഗുലർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, റെഗുലർ ആയിട്ട് ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക. ഇതെല്ലാം ആകുമ്പോൾ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കാറുണ്ട്.
രണ്ടാമത്തതുള്ളത്, മരുന്ന് സ്ഥിരമായി കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താണ്ട് കഴിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മാറ്റം വേണമെങ്കിൽ ഡോക്ടറോട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം അതിന്റെ ഡോസിന് ഒരു മാറ്റം വരുത്തുക. വേറെ എന്നുള്ളത്, നമ്മൾ ഈ ഏർലി വാർണിംഗ് സൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഈ ഏർലി വാർണിംഗ് സൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഓരോ പ്രാവശ്യം ഈ എപ്പിസോഡ് ഇൽനെസ് വരുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ചിലവർക്ക് ഇത് അപ്പം തന്നെ മനസ്സിലാവും, എനിക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചില മുൻ ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് ഉറക്കക്കുറവ് വെച്ചിട്ടാണ് അസുഖം തുടങ്ങുക. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും അസുഖം വരുന്നതിന് മുമ്പ് തന്നെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖം വരുന്നതിന് തന്നെ എസ്കേപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റും. നമ്മൾ ഈ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ഇതെല്ലാം ഉപരി നമ്മൾ പലതവണയും ഈ എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവണം. ഈ അസുഖം വരുമ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. ഈ ചില ചില അവസരങ്ങളിൽ അസുഖമുള്ള ടൈമിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന കണ്ടീഷനിലായിരിക്കില്ല. സോ മുൻകൂട്ടി തന്നെ നമ്മുടെ വീട്ടുകാരോടോ ഫ്രണ്ട്സിനോ അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ, അവരോടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രകാരം തന്നെ ഫോളോ ചെയ്യാം. ഒത്തിരി വിഷയങ്ങൾ ബൈപ്പോളർ ഡിസോർഡറിനെ കുറിച്ച് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗകരമാകുന്നു എന്ന് വെച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.